എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു സൈലം. നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് ഓരോന്നും ചോദ്യങ്ങൾ വെച്ച് പഠിക്കുകയാണ് അല്ലെ. അപ്പം മിസ് എന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം നിങ്ങൾ ടെൻഷൻ ഒക്കെ ആണോ ഓരോ ചോദ്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ഇന്ന് നമുക്ക് വെറും 4 മിനിറ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, 15 മാർക്ക് നേടിയാലോ. എല്ലാവരും റെഡി ആണെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈസി പീസി ആയിട്ട് പഠിക്കാം. നോക്കാം, ഇവിടെ നിങ്ങൾക്ക് ഒരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഫില്ല് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് TSH ഉണ്ട്, അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ആന്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. അപ്പൊ TSH എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉത്തേജിപ്പിക്കുന്നുണ്ട്. അടുത്ത നിങ്ങൾക്ക് ഇവിടെ കാണാം B എന്ന് പറയുന്ന അഡ്രീനൽ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കുന്നതാണ്. സോ അതെന്താണ്? ACTH ആണ്. അതുപോലെ GTH എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിമുലേറ്റ്സ് ഗോണാഡ്സ് ആണ് അല്ലെ. ഇനി അതിന്റെ ഇപ്പുറത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം C എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറിയുടെ മുന്തളം ഉൽപ്പാദിക്കുന്ന മറ്റൊന്നാണ് എന്ത്? പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് അല്ലെ. പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ആണ് എന്ത്? പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. പ്രൊലാക്റ്റിൻ എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ആണ്. അടുത്തതോ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? STH ആണ്. STHന്റെ ഫംഗ്ഷൻ എന്താ? STH എന്ന് പറയുന്നത് ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്താണ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് കുറെ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ലൊക്കേറ്റഡ് ദ സെന്റർ ഓഫ് ബ്രെയിൻ പ്രൊഡ്യൂസസ് ഹോർമോൺ ദാറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ റിതം ഓഫ് ഡെയിലി ആക്ടിവിറ്റി അല്ലെ. മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ദൈനംദിന പ്രവർത്തനങ്ങൾ താളക്രമം ക്രമീകരിക്കുന്നു. ഇവിടെ പറയുന്ന ഗ്ലാൻഡ് ഏതാണെന്ന് പറയണം. ഏത് ഹോർമോൺ ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് മെൻഷൻ ഈ ഒരു ഫംഗ്ഷൻ നടത്തുന്നത് എഴുതണം. അതുപോലെയോ അനദർ ഫംഗ്ഷനും എഴുതണം. അപ്പൊ നോക്കാം, ഇവിടെ പറയുന്നത് പൈനിയർ ഗ്ലാൻഡ് ആണ് അല്ലെ. ബ്രെയിനിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പൈനിയർ ഗ്ലാൻഡ് എന്താ ചെയ്യുന്നത്? മെലറ്റോണിൻ എന്ന ഹോർമോൺ ആണ് റിലീസ് ചെയ്യുന്നത് അല്ലെ. നൈറ്റ് ടൈമിൽ കൂടുതലും അതുപോലെ ഡേ ടൈമിൽ കുറവും, പകൽ സമയത്ത് കുറവുമായിട്ട് മെലറ്റോണിൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിൽ റിതം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആൻഡ് ഓൾസോ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്, ലൈംഗിക പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നത് നമ്മുടെ മെലറ്റോണിൻ കൂടിയാണ്. ഓക്കെ, അത് സെറ്റായി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഒരു കുട്ടിയുടെ സംശയം ചുവടെ നൽകി ഇത് വിശകലനം ചെയ്ത് നിങ്ങളുടെ നിഗമനം എഴുതാനാണ്. അടിയന്തര ഘട്ടങ്ങളെ തരണം ചെയ്ത് സിമ്പത്തറ്റിക് വ്യവസ്ഥ ഉണ്ടല്ലോ. ഇത് എപ്പിനെഫ്രിന്റെയും നോറെപ്പിനെഫ്രിന്റെയും ആവശ്യം എന്താണ്? എങ്ങനെയാണ് എപ്പിനെഫ്രിൻ എപ്പിനെഫ്രിനും നമ്മളെ സഹായിക്കുന്ന എന്താണ്? ദേ കണ്ടിന്യൂസ്ലി ആക്ട് വെൻ സിമ്പത്തറ്റിക് സിസ്റ്റം ഗെറ്റ് സ്റ്റിമുലേറ്റഡ് അല്ലെ. നമുക്ക് ടെൻഷൻ വരുമ്പോൾ പെട്ടെന്ന് അത് സ്റ്റിമുലേറ്റ് ചെയ്ത് ആക്ട് ചെയ്യുന്നു. ആൻഡ് ഓൾസോ എന്ത് ചെയ്യുന്നു? സാഹചര്യങ്ങളെ പോരാടാനോ അല്ലെങ്കിൽ എതിർക്കാനോ നമ്മളെ സഹായിക്കുന്നത്. ഏത് അടിയന്തര ഘട്ടങ്ങളിലും ഒന്നെങ്കിൽ അതിൽ പോരാടാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മളെ സഹായിക്കുന്നത് എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും കൂടെ ചേർന്ന് അത് കണ്ടിന്യൂസ്ലി സിന്തസൈസ് ചെയ്തിട്ടാണ് അല്ലെ. ഓക്കെ, അത് സെറ്റ് ആണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് ഡെങ്കു വൈറസിന്റെ ഒരു മോഡൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? മലേറിയന്റെ മോഡൽ എഴുതാനാണ്. മലേറിയന്റെ ഇവിടുത്തെ പാത്തജൻ എന്ന് പറയുന്ന ആരാണ്? യെസ്, പ്ലാസ്മോഡിയം ആണ് അല്ലെ. ആൻഡ് അവിടുത്തെ അനോഫിലസ് പെൻകുതിക് എന്ന് പറയുന്ന വെക്ടർ എന്ന് പറയുന്നത് വാഗർ. അത് മനുഷ്യൻ എന്ത് അസുഖമാണ് വരുന്നത്? മലമ്പനി അല്ലെങ്കിൽ മലേറിയ ആണ്. ഇനി അടുത്ത ചോദ്യം കൂടെ നോക്കിക്കോ. വൈൽ പ്ലേഗ് അഞ്ജന ഗെറ്റ് കോട്ട് ആൻഡ് ഷി വാസ് കണ്ടിന്യൂസ്ലി ബ്ലീഡ് ചെയ്യാണ്. ബ്ലീഡിങ് നടക്കുമ്പോൾ രക്തം കട്ട പിടിക്കാതെ കണ്ടിന്യൂസ് ബ്ലീഡ് ചെയ്യുന്ന അസുഖം ഇവിടുത്തെ ഒരു ജനറ്റിക് ഡിസീസ് ആണ് പറയുന്നത്. ഏതാണ് ഈ ഡിസീസ് എന്ന് പറയുന്നത്? ഹീമോഫീലിയ ആണ് അല്ലെ. ഹീമോഫീലിയ ആണ്. ഇനി ഇവിടെ എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്ന ബ്ലീഡിങ് അൺക്ലോസ് ആണ്. ബ്ലഡ് ലോസ് ചെയ്യാണ് ചെറിയ മുറിവിൽ നിന്നും. എങ്ങനെയാണ് ഇതിന് ടെമ്പററി റിലീഫ് കിട്ടുക? ഇഞ്ചക്ടിങ് ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻ അല്ലെ. നമ്മുടെ രക്തം കട്ട പിടിക്കുന്നതിന് സഹായകരമായ പ്രോട്ടീൻ കുത്തിവെച്ചിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ താൽക്കാലികമായിട്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയും ചോദ്യങ്ങൾ റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇനി ഒരു ചോദ്യം കൂടി നോക്കിക്കേ. റൗണ്ട് റെഡ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സ്കിൻ അല്ലെ. നമ്മുടെ സ്രെഡിൽ റൗണ്ട് ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? റിംഗ്വേം അല്ലെങ്കിൽ വട്ടച്ചോറി എന്ന് പറയുന്നു. ഓരോ ഡിസീസിനെ കണ്ടെത്താനാണ്. ലിവർ ഇൻഫ്ലമേഷൻ ഡാർക്ക് യെല്ലോയിഷ് കളർ ഏതാണ്? നമ്മൾ പഠിച്ചാണ് ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ് വരുന്നത് അല്ലെ. ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ് ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ഏതാണ്? മലേറിയ ആണ്. അവിടെ പ്ലാസ്മോഡിയം കോസ് ചെയ്യുന്ന മലേറിയ ആണ്. നമ്പർ ഓഫ് ലിംഫോസൈറ്റ് ഡിക്രീസ് ചെയ്യുന്നത് ഏതാണ്? എയ്ഡ്സ് ആണ്. ലിംഫോസൈറ്റ് നമ്മുടെ WBCനെയാണ് അത് ബാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആയാലും അടിപൊളിയായിട്ട് മറ്റു ചോദ്യങ്ങളെയും പഠിച്ച് നമുക്ക് ഉഷാറായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.